നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച്, അങ്ങനെയുള്ള വീടിനെക്കുറിച്ച്, അവിടെയുള്ള മക്കളെക്കുറിച്ച്? ഒരു മനുഷ്യന് ദുന്യാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്നാണ് സന്തുഷ്ടമായ കുടുംബജീവിതം. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കലയാണ്. ഇല്ലായ്മയിൽ പോലും അവന് ജീവിതം ആസ്വദിക്കാൻ പറ്റും. പുതിയ വഴികളിലേക്ക് അവന് സഞ്ചരിക്കാൻ പറ്റും. വിഷമത്തിൻ്റെ, സംഘർഷത്തിൻ്റെ ഒരു കണിക പോലും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നേരെ മറിച്ചാണെങ്കിൽ കുടിക്കുന്ന പച്ചവെള്ളത്തിൽ പോലും അവന് സമാധാനം കിട്ടില്ല. സന്തോഷത്തോടു കൂടി ഒന്ന് കിടന്നുറങ്ങാൻ പോലും അവന് കഴിയില്ലല്ലോ. അതിന് ചെറുതാവാനുള്ളൊരു മനസ്സ് വേണം, ഇണയെ കേൾക്കാനുള്ള ഒരു കാത് വേണം. കുറ്റപ്പെടുത്തുന്ന സ്വഭാവം തീരെ ഉണ്ടാവാൻ പാടില്ല. പരസ്പര സ്നേഹവും ബഹുമാനവും നിറഞ്ഞു തുളുമ്പുന്ന ഒരു കുടുംബത്തിൽ പിന്നെ കുറ്റപ്പെടുത്തലുകൾക്ക് സ്ഥാനമില്ല. കൂട്ടുത്തരവാദിത്തങ്ങളായിരിക്കും ഉണ്ടാവുക. വീട്ടുജോലിയുടെ വിഷമങ്ങൾ പറയുമ്പോൾ, മനസ്സിൻ്റെ നൊമ്പരങ്ങൾ പങ്കുവെക്കുമ്പോൾ സാരല്ല എന്ന് പറയുന്ന ഒരു ഭർത്താവിനെയാണ് ഭാര്യയ്ക്ക് ആവശ്യം. അത്യാഡംബരങ്ങളോ അതിസമ്പന്നതയൊന്നുമല്ല ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത്. അതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിൽക്കുന്ന, വീടും മക്കളെയൊക്കെ നന്നായി പരിപാലിക്കുന്ന, തൻ്റെ ബിസികളെ, തിരക്കുകളെ മനസ്സിലാക്കുന്ന ഭാര്യയാണ് ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈ വാശിയും കാർക്കശ്യവും ജാടയൊക്കെ കൊണ്ടു നടക്കുന്നത്? ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഏതോ ഒരു സാഹചര്യത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ദേഷ്യം പ്രകടിപ്പിച്ചപ്പോൾ അതിനെ മനോഹരമായി കൈകാര്യം ചെയ്തത് ചരിത്രത്തിൽ ഇന്നും ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ കുടുംബത്തോട് നന്നായി പെരുമാറുന്നവരാണ് എന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം നമുക്ക് വഴികാട്ടിയാവട്ടെ.